ദൈവത്തിൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് അവനോട് ചേർന്നിരുന്ന് കർത്താവിനെ നമുക്ക് വാഴ്ത്താം, കർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ എല്ലാം ഒന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുക. ഇത് ആരാധനയുടെ ടൈമാണ്. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സമയമാണ്. ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. അവൻ്റെ ഇഷ്ടപ്പെട്ട ജനത്തോട് ചേർത്ത് നിന്നെയും നിർത്തി ആരാധനയ്ക്കായിട്ട് നിന്നെ ഒരുക്കുകയാണ്. അനേക ദൂതസംഘങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവ് നിന്നെ വലിച്ച് ആ ദൂതസംഘത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന നീ, നിന്റെ ഹൃദയങ്ങളും നിന്റെ ചിന്തകളെല്ലാം കർത്താവിന് കൊടുക്കുക. ഒരുപക്ഷെ വിഷമങ്ങൾ കാണും, കടഭാരത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖങ്ങളെ, വേറെ എന്തെങ്കിലും ദുഃഖത്തെക്കുറിച്ചായിരിക്കാം. വിട്ടേരെ, ആരാധിക്കാനായി ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കുവാനായി ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. ആമേൻ. അനേകം മാലാഖമാരോട് ചേർന്ന് ഈ ആരാധനയിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ആമേൻ. സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി എല്ലാവരും പാടിയേ. ആമേൻ. യേശുവേ. മാലാഖമാരോട്, സ്വർഗീയ വൃന്ദം, വിശുദ്ധരോടെല്ലാം ചേർന്നുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ ദൈവം ആ വ്യക്തിയേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ മേൽ വരണം, നിന്റെ മേൽ വരണം, നിന്റെ ശരീരത്തിൻ്റെ മേൽ വരണം, നിന്റെ സോളിൻ്റെ മേൽ വരണം, നിന്റെ മനസ്സിൻ്റെ മേൽ വരണം. ആ സാന്നിധ്യം വരുന്നത് നീ അറിയണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ചിന്തയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നമ്മുടെ ചിന്ത എന്താണ്? എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിലേക്ക് വരാൻ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആ സ്നേഹം എന്നിലേക്ക് വരാൻ ഞാൻ എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ ആ അനോയിൻറ്റിങ് ഒക്കെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാകണം, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കണം. കര ഉയർത്തുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നിന്റെ ശബ്ദത്തിൽ കർത്താവിൻ്റെ ഒരു പവർ ഉണ്ടാകണം. നിന്റെ ശബ്ദത്തിൽ കർത്താവിൻ്റെ വിശ്വാസം വന്ന് ചേരണം. നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എന്നിൽ വരണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. കർത്താവെ, അങ്ങ് എന്നിൽ വരും എന്നുള്ള, കർത്താവ് എന്നിൽ വരുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകണം. അപ്പൊ എന്താ പറയുന്നത്? എന്താണ് പഠിപ്പിക്കുന്നത്? ആദ്യം നിന്റെ ശബ്ദത്തിൽ വിശ്വാസം കലരണം. ആമേൻ, ഹല്ലേലൂയ. ഈ വിശ്വാസം കലർന്നു കഴിഞ്ഞാൽ ആ വിശ്വാസവും ശബ്ദവും കൂടെ ഇങ്ങനെ മിക്സായി നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ അധികാരം വന്ന് അതിനെ കവർ ചെയ്യണം. അപ്പൊ ശബ്ദം, വിശ്വാസം, ക്രിസ്തുവിന്റെ അധികാരം, ഇതെല്ലാം കൂടെ നിന്നിൽ ഇപ്പോൾ നിറയണം. അതിനുവേണ്ടി കരങ്ങൾ ഉയർത്തി
ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം. യേശുവേ, എന്റെ ശബ്ദത്തിൽ വിശ്വാസം അയക്കണമേ. വിശ്വാസത്തിന്റെ കൃപ ഇറങ്ങി വരട്ടെ. എന്റെ ശബ്ദത്തിൽ വിശ്വാസത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ക്രിസ്തു നൽകിയ അധികാരം എന്റെ മേൽ ഇറങ്ങട്ടെ. ക്രിസ്തു നൽകിയ അധികാരം എന്റെ മേൽ വ്യാപരിക്കട്ടെ. ക്രിസ്തു നൽകിയ അധികാരം. ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പവർ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം ഇറങ്ങട്ടെ. ശരീരത്തിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. ശരീരത്തിലേക്ക് ദൈവത്തിന്റെ പവർ ഇറങ്ങട്ടെ. കണ്ണുകളടച്ച് മുഖം ആകാശത്തേക്ക് ഉയർത്തി, ദൈവമേ, എന്നെ നിന്റെ സാന്നിധ്യം ഇന്ന് കാണുവാൻ തിരഞ്ഞെടുക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവമേ, നിന്റെ സാന്നിധ്യം ഇന്ന് കാണുവാൻ എന്നെ തിരഞ്ഞെടുക്കണമേ. ഉപവാസത്തിലായിരിക്കുന്നവർ പറഞ്ഞേ, ഉപവാസത്തിലായിരിക്കുന്ന എൻ്റെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരുമോ? എന്നെ തെരഞ്ഞെടുക്കണമേ. ശരിയായ ഒരു ആത്മാവിൻ്റെ പവർ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ അത് ആരാധനയിലാണ് വരുന്നത് കേട്ടോ. അപ്പം ആത്മാവിൻ്റെ ആ വൻ ശക്തി നമ്മുടെ മേൽ നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ശബ്ദത്തിൽ വിശ്വാസം കലരുക. നമ്മൾ എന്ത് പറയുമ്പോഴും അതെനിക്ക് ദൈവം തരും എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ രോഗം സൗഖ്യമാകട്ടെ എന്ന് നീ പറയുമ്പോൾ ആ വിശ്വാസം മാത്രം പോരാ, അതിൻ്റെ അകത്ത് അധികാരം കൂടെ വരണം. ഇതെല്ലാം സ്തുതിപ്പിലാണ് നീ പ്രാപിച്ചെടുക്കുന്നത്, ആരാധനയിലാണ് നീ പ്രാപിച്ചെടുക്കുന്നത്. അപ്പൊ ശരിയായ ഒരു ആത്മാവിന്റെ സഞ്ചാരം നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അശുദ്ധാത്മാക്കൾ ഇളകും. അശുദ്ധാത്മാക്കൾക്ക് നിന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് നിൽക്കാൻ പറ്റത്തില്ല. അവരോടി ഒളിക്കാൻ ശ്രമിക്കും, അവരിറങ്ങിപ്പോകാൻ നോക്കും. നിന്റെ ശബ്ദത്തിൻ്റെ പ്രീച്ചിങ്, നിന്റെ വർഷിപ്പ്, ഇവരുടെ ഇതിൻ്റെ ഒന്നും മുമ്പിൽ ൾക്ക് ഒരു ശരീരത്തിൽ തുടരാൻ പറ്റുകയില്ല. അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോകും. ഒരു ശരീരത്തിൽ നിന്ന് അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു ദൈവ പൈതലിൽ പ്രവർത്തിക്കുമ്പോഴാണ്. മാർക്കോസിന്റെ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം. നമുക്കെല്ലാവർക്കും വചനമെടുക്കാം. മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ
21, 27 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം. അപ്പോൾ അതിലെ 21 വായിക്കാം. നമുക്ക് 21 മുതൽ തുടങ്ങാം. വചനം എല്ലാവരും എടുക്കണം. അവൻ കഫർനാമിലേക്ക് പോയി ശാബത്തിൽ ഒരു പള്ളിയിൽ ചെന്ന് അവൻ ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. ഒരു ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ്. ആ ശബ്ദത്തിൽ അധികാരമുണ്ട്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യന് ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഈ ശബ്ദവും ഈ അധികാരത്തിൻ്റെ പവറെല്ലാം കണ്ട് ആ ശരീരത്തിൽ ഈ അശുദ്ധാത്മാവിന് ഇരിക്കാൻ സാധിച്ചില്ല. അത് പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. അത് ബഹളം വെക്കാൻ തുടങ്ങി. അത് ഈ മനുഷ്യനിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങി. അപ്പോൾ 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, നസറേനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്ക് തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുപോകും. നീ ആരെന്ന് ഞാൻ അറിയുന്നു എന്ന് പിശാച് പറയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ വചനം പറഞ്ഞു. യേശു ഡെലിവറൻസ് ഒന്നും തുടങ്ങിയില്ല. വചനം പറഞ്ഞതേ ഉള്ളൂ. സ്പിരിറ്റ് പുറത്തിറങ്ങാൻ തുടങ്ങി. കാരണം കർത്താവിൻ്റെ ശബ്ദത്തിൽ പവറുണ്ട്. കർത്താവിൻ്റെ പഠിപ്പിക്കലിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ ചൈതന്യം നമ്മുടെ മേൽ വരാൻ വേണ്ടി, നമ്മുടെ മേൽ കത്തി പടരാൻ വേണ്ടി, ഓരോ ശുശ്രൂഷകന്റെ മേൽ ജ്വലിച്ചിറങ്ങാൻ വേണ്ടി, ഓരോ വർഷിപ്പ് ചെയ്യുന്നവരുടെ മേൽ ഇറങ്ങാൻ വേണ്ടി അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇറങ്ങി വരണമേ. അങ്ങ് ചെയ്ത ഈ അധികാരം, അങ്ങ് ചെയ്ത ഇതേ ശക്തി എന്റെ മേൽ വ്യാപരിക്കട്ടെ, എന്റെ മേൽ ഇറങ്ങട്ടെ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ശബ്ദമുയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുക. ക്രിസ്തുവേ, സർവേശനായ ദൈവമേ, അവിടുത്തെ ചൈതന്യം ഞങ്ങളുടെ മേൽ അയക്കണമേ. വിശ്വപ്രകാശമേ, നീ നയിക്കൂ. ക്രിസ്തുവേ, വേദാന്ത കാതലേ, ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശുവേ, സർവേശസൂനുവേ, വിശ്വപ്രകാശമേ, നീ നയിക്കൂ. ക്രിസ്തുവേ, വേദാന്ത കാതലേ, ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. നീർച്ചാലുകൾ തേടി വരും മാൻപേടകോ ഞാൻ വരുന്നു. നീർച്ചാലുകൾ തേടി വരും മാൻപേടകോ ഞാൻ വരുന്നു. സ്നേഹമേ, വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ, വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. യേശുവേ, സർവേശസൂനുവേ, വിശ്വപ്രകാശമേ, നീ നയിക്കൂ.
ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശുവേ സർവേശ്വരനേ, ഈശോയെ ഞങ്ങളുടെ മേൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ. അവിടുത്തെ അഭിഷേകം ഒഴുകട്ടെ, അവിടുത്തെ ചൈതന്യം ഞങ്ങളുടെ മേൽ അയക്കണമേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ അയക്കണമേ, അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ മേൽ അയക്കണമേ. യേശുവേ അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ, അവിടുത്തെ ചൈതന്യം ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പവർ ഇന്ന് ഞങ്ങളുടെ മേൽ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ഞങ്ങളുടെ മേൽ അയക്കണമേ. കൃപ 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 ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ. ഞങ്ങളുടെ മേൽ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. നീ വരിക ജീവദാതാ, സ്നേഹരാജാ, ആത്മദാതാ, നീ വരിക. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിക്കൂ. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി. ഒരിക്കൽ കൂടി എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി. വിശ്വാസത്തിന്റെ കൃപ നൽകി വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി. അഭിഷേകത്തിന്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിക്കൂ. സാന്നിധ്യം അയക്കണമേ ദൈവമേ. വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സർവേശ്വരനേ, വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്തകാതലേ, ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശുവേ സർവേശ്വരനേ, വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്തകാതലേ, ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് മാറാത്തവനാണ് ദൈവം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാത്ത ദൈവമാണ്. നീ പ്രാർത്ഥിക്കും തോറും അവിടുത്തെ സാന്നിധ്യം ഇങ്ങനെ നമ്മുടെ മേൽ വന്നുകൊണ്ടേയിരിക്കും. നീ സ്തുതിക്കും തോറും, നീ ആരാധിക്കും തോറും നിന്റെ കുടുംബത്തിൻ്റെ മേൽ സാന്നിധ്യം വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തിന് എന്നും നാശത്തിൽ കടന്ന് അവൻ മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. നീ എന്നും ഈ കഷ്ടതയിൽ കടന്ന്, എന്നും ഈ തകർച്ചയിൽ കടന്ന്, എന്നും ഇങ്ങനെ തന്നെ കടന്ന് നീ മരിക്കണം, ഇതാണോ ദൈവത്തിൻ്റെ പ്ലാൻ? ജനിച്ചപ്പം മുതൽ തുടങ്ങിയ കഷ്ടത, ജനിച്ചപ്പം മുതൽ തുടങ്ങിയ ഈ ക്ലേശങ്ങൾ അങ്ങനെ എന്നെ കൊണ്ടുപോകണമെന്നാണോ ദൈവം പറയുന്നത്? ഒരിക്കലുമല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നീ കടന്നു വരണം. അതുകൊണ്ട് ഇപ്പോഴത്തെ നിന്റെ ഈ ക്ലേശത്തിൽ, ഇപ്പോഴത്തെ നിന്റെ ഈ അവസ്ഥയിൽ ഒരു എൻകൗണ്ടർ
ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. അതിനാണ് ഈ ആരാധനയിൽ നീ പങ്കെടുക്കേണ്ടത്. അതിനായിട്ടാണ് ഈ പ്രാർത്ഥനയിൽ നീ ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 53 വായിക്കുമ്പോൾ അതിൻ്റെ 6 നമ്മൾ വായിക്കുമ്പോൾ, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, ദൈവം തൻ്റെ ജനത്തിൻ്റെ തന്നെ ആരാധിക്കുന്ന ജനത്തിനെ, തൻ്റെ കൂടെ നടക്കുന്ന ജനത്തിൻ്റെ സ്ഥിതി യാഹ്വേ മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറ്റും. സങ്കീർത്തകൻ പറയുവാണ്, സ്ഥിതി മാറ്റും. നിന്റെ സ്ഥിതി മാറ്റുന്നവനാണ് ദൈവം. ഇപ്പോൾ ഉള്ള സ്ഥിതി നിന്റെ മാറ്റുന്നവനാണ് ദൈവം. റിസീവ് ചെയ്യണം. ഈ വചനത്തെ റിസീവ് ചെയ്യണം. കർത്താവ് സ്ഥിതി മാറ്റും. എന്നും ഈ കഷ്ടതയിൽ, എന്നും ഈ പ്രയാസത്തിൽ ദൈവം ഇതിലെ നീ ആയിരിക്കാൻ അനുവദിക്കത്തില്ല. നിനക്കൊരു എൻകൗണ്ടർ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, അതിനായി ഒരു ദിവസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ദിവസം ഈ ആരാധനയിലായിരിക്കട്ടെ. ഇപ്പോൾ ഈ ആരാധനയിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉന്നതത്തിൽ നിന്ന് ശക്തി എന്റെ മേൽ ഇറങ്ങി വരട്ടെ, എന്റെ മേൽ വ്യാപരിക്കട്ടെ, എന്റെ മേൽ വ്യാപരിക്കട്ടെ. നമ്മൾ കവി എഴുതിയതുപോലെ നീർച്ചാലുകൾ തേടി വരും മാൻപേട പോലെ. ദൈവമേ, ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ ഒരു ദിവസം. ദൈവമേ നൽകണമേ, ദൈവമേ നൽകണമേ. ആമേൻ. നീർച്ചാലുകൾ തേടി വരും. എല്ലാവരും ചേർന്ന്, ഈ കൊയർ ഗ്രൂപ്പിനോട് ചേർന്ന്, ഈ ദൈവമക്കളോട് ചേർന്ന് എല്ലാവരും പാടിയേ. ഞാൻ വരും. ചാലുകൾ തേടി വരും. ഞാൻ വരുന്നു. സ്നേഹമേ, പറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ, പറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ, പറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും പാടിയേ. സ്നേഹമേ, പറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി. സ്നേഹമേ, പറ്റാത്ത സ്നേഹമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ സ്നേഹം ഇറങ്ങട്ടെ, ആത്മാവിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, സ്നേഹമായി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ ദൈവമേ, അവിടുത്തെ ആത്മാവിനാ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തവരെ അനുഗ്രഹിക്കണം. അഭിഷേകമായി, ശക്തിയായി അവരെ എഴുന്നേൽപ്പിക്കണമേ. ആരാധന, 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 ആരാധന. ദൈവമേ, അങ്ങേക്ക് ആരാധന. ദൈവമേ, അങ്ങേക്ക് ആരാധന. ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്തു തരുന്ന എല്ലാ നന്മകളെയും ഓർത്ത് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സർവേശസൂനുവേ, വിശ്വപ്രകാശ
ആശമേ നീ വയ്ക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. ഇന്ന് കർത്താവിന്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ പറയാം, ഏറ്റവും വലിയ സമ്പത്ത് അങ്ങാണ്, ഏറ്റവും വലിയ സന്തോഷം അങ്ങാണ്, ഏറ്റവും വലിയ ശക്തി അങ്ങാണ്. അങ്ങിലായിരിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, അങ്ങിലായിരിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആനന്ദം. എത്ര പേർക്ക് പറയാം? എത്ര പേര് ഇത് സംസാരിക്കാം? ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എത്ര പേര് ഇത് പറയുന്നു? അങ്ങാണ് ഞങ്ങളുടെ സമ്പത്ത്, അങ്ങാണ് ഞങ്ങളുടെ ധനം, അങ്ങയോടൊത്തുള്ള വാസമാണ് ഞങ്ങളുടെ സമാധാനം. എത്ര പേർക്ക് ഇത് പറയാൻ പറ്റുന്നു? അവർ ഉറക്കെ പറയട്ടെ, അങ്ങാണ് എന്റെ സമ്പത്ത്, അങ്ങാണ് എന്റെ ആനന്ദം, അങ്ങാണ് എന്റെ ശക്തി, അങ്ങാണ് എന്റെ മാതാപിതാക്കൾ, അങ്ങാണ് എന്റെ സ്വത്ത് സുഖങ്ങൾ. ഓ ആരാധന, ആരാധന, ആരാധന. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിക്കൂ. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിക്കൂ. ആരാധന ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. നല്ലൊരു നിമിഷം തന്നതിനെ ഓർത്ത് നന്ദി, നല്ലൊരു സമയം തന്നതിനെ ഓർത്ത് നന്ദി. ആരാധനയ്ക്കായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി ദൈവമേ. നന്ദി അപ്പച്ച, നന്ദി 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 ദൈവമേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ ശക്തി നമ്മളിൽ ഉണ്ടെന്ന് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രിയ ദൈവത്തിലെ നിന്നിൽ ഉണ്ടെന്ന് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? സ്റ്റേജിൽ നിൽക്കുമ്പോൾ, മൈക്ക് കയ്യിലെടുക്കുമ്പോൾ, ഹല്ലേലൂയ പറയുമ്പോൾ ഒരു ശക്തി വരുന്നു. അതാണ് ശരി തന്നെയാണ്, അത് കൃപയാൽ അത് സംഭവിക്കും. എന്നാൽ പൂർണ്ണമായും നമ്മൾ പ്രാർത്ഥിച്ച ദൈവാത്മാവിൻ്റെ ആ ചൈതന്യം അത് നമ്മളിൽ പൂർണ്ണമായും എപ്പോഴും എല്ലായ്പ്പോഴും നിലനിന്ന് പോകണമെങ്കിൽ, അങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം? ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? നിന്റെ അകത്ത് നെടുവീർപ്പുണ്ടെങ്കിലും, നിന്റെ ശരീരം രോഗത്തിലേക്ക് കൂടുതൽ കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും, നിന്റെ ഉറ്റവർ മരണപ്പെട്ട് അടക്കത്തിന് ചെന്ന് നിൽക്കുമ്പോഴും, യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ ശക്തി അപ്പോൾ വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിന്നിൽ എപ്പോഴും ദൈവശക്തി ഉണ്ടെന്ന്. കഷ്ടത കവിഞ്ഞൊഴുകുമ്പോൾ, ദുഃഖം കവിഞ്ഞൊഴുകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് നീ പറയാണ്, ആരാധിക്കാൻ പറ്റുന്നില്ലെന്ന് നീ പറയുകയാണെങ്കിൽ ദൈവശക്തി ഇല്ലെന്നാണ് അർത്ഥം. ദൈവശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ നെറുവീർപ്പ് വരുന്ന സമയമുണ്ടല്ലോ, നെറുവീർപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം, ആ സമയത്ത് നിനക്ക് പ്രസംഗിക്കാൻ പറ്റണം, ആ സമയത്ത് നിനക്ക് ആരാധിക്കാൻ പറ്റണം, ആ സമയത്ത് സ്തുതിക്കാൻ പറ്റണം, ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റണം.
നിന്റെ ശരീര രോഗത്തിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് നീ പറയുമ്പോഴും ആത്മാവിൽ സ്തുതിക്കാനുള്ള, ആത്മാവിൽ ദൈവത്തിൻ്റെ കൂടെ ആരാധിക്കാനുള്ള ഒരു ശക്തി നിന്റെ അകത്ത് ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. വേണ്ടപ്പെട്ടവർ, ഏറ്റവും അടുത്തവർ മരണപ്പെട്ടാലും ധൈര്യമായിട്ട് ദൈവശക്തിയിൽ ആരാധന ജോബിനെ പോലെ നടത്തുന്ന ഒരു ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ ശരിയാണ്, ദൈവശക്തി നിന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ, മാർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ 7-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അതിൽ 31-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാനായിട്ട് പോകുന്നത്. അവൻ ടൈർ പ്രദേശത്തു നിന്നും പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കപോളിസ് പ്രദേശത്തുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു. തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫ്ഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശക്തി, പ്രിയ ദൈവത്തിലെ, ഇന്ന് കർത്താവ് പറയുകയാണ്, ഞാൻ ചെയ്തതിനേക്കാൾ വലുത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ശക്തി ആരാധിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതാണ് അർത്ഥം. ഹല്ലേലൂയ. യേശുവിൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ചൈതന്യം ദൈവം ഇതിലെ നിന്റെ മേൽ വരുമെന്ന്, ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തിയേറിയ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. ശരിയാ ദൈവമേ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടതാണ് നിന്റെ നെടുവീർപ്പിൽ, നിന്റെ ഉറ്റവരുടെ മരണത്തിൽ, നിന്റെ പ്രയാസത്തിൽ, മരിക്കുമെന്നുള്ള അവസ്ഥയിലുള്ള നിന്റെ രോഗത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം, ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പഠിക്കണം. അപ്പോൾ ഈ ചൈതന്യം ഇറങ്ങി വരും. അങ്ങനെ ആകുമ്പോൾ നീ വിശ്വസ്തനാണ്, നീ വിശ്വസ്തനാണ്. ഏത് സാഹചര്യത്തിലും കർത്താവിനൂടെ നിൽക്കുമെന്ന് കർത്താവിന് ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ ഈ ചൈതന്യം ഇറങ്ങി വരും, ഈ അഭിഷേകം ഇറങ്ങി വരിക. ദൈവം ചെയ്തതുപോലെ ചെയ്യുവാൻ, ദൈവം പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ ഇടയാക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ മുഖമൊന്ന് കാണുവാൻ, യേശുവിൽ പ്രവർത്തിച്ച ഈ ചൈതന്യം എൻ്റെ ശരീരത്തിൽ ഒന്ന് പ്രവർത്തിക്കാൻ, ദൈവമേ നിന്റെ മുഖം ഒന്ന് കാണുക ഞാൻ കൊതിക്കുകയാണ് കർത്താവേ. എല്ലാവരും പറഞ്ഞേ, കർത്താവേ എനിക്ക് നിന്റെ മുഖം കാണണം കർത്താവേ, എനിക്ക് നിന്റെ മുഖം ദർശിക്കണം കർത്താവേ. ഈ ചൈതന്യം എൻ്റെ മേൽ അയക്കണമേ, ഈ ശക്തി എൻ്റെ മേൽ അയക്കണമേ. കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി പടിയെല്ലാവരും ദൈവമേ നിൻ മുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി നിൻ ദിവ്യകാന്തിയിൽ മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ, മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. ദൈവമേ നിൻ മുഖം കാണുവാനായി നിൻമൊഴി ഞാനൊന്നു
നിൻ കാന്തി മണ്ണിതിൽ ചിന്തിടുമ്പോ പൂങ്കാവ് പുഞ്ചിരി തൂകിടുന്നു. നിൻ കാന്തി മണ്ണിതിൽ ചിന്തിടുമ്പോ പൂങ്കാവ് പുഞ്ചിരി തൂകിടുന്നു. പൈങ്കിളി പാടി പറന്നിടുന്നു. സർവവും നിന്നെ പുകഴ്ത്തിടുന്നു. പൈങ്കിളി പാടി പറന്നിടുന്നു. സർവവും നിന്നെ പുകഴ്ത്തിടുന്നു. ദൈവമേ നിൻ മുഖം കാണുവാനായി മൊഴി ഞാനൊന്നു കേൾക്കുവാനായി. ദൈവമേ നിൻ മുഖം കാണുവാനായി മൊഴി ഞാനൊന്നു കേൾക്കുവാനായി. നിൻ ദിവ്യകാന്തിയിൽ മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. ദൈവമേ നിൻ മുഖം കാണുവാനായി മൊഴി ഞാനൊന്നു കേൾക്കുവാനായി. ദൈവമേ നിൻ മുഖം കാണുവാനായി മൊഴി ഞാനിന്നു കേൾക്കുവാനായി. നിൻ ദിവ്യകാന്തിയിൽ മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. മോഹിച്ചു ദാഹിച്ചു കാത്തിരിപ്പൂ. ആമേൻ. Praise the Lord. Hallelujah. 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 യേശുവേ ആരാധന. Hallelujah. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഈ സമയം അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ മുഖം കാണുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കൊയർ ഗ്രൂപ്പിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ ഒത്തിരി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഓ ആരാധന ദൈവമേ, യേശുവേ ആരാധന. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേൽ അയക്കണമേ. യേശുവേ ദൈവമേ ആരാധന. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേൽ വരട്ടെ. അവിടുത്തെ ചൈതന്യം ഞങ്ങളുടെ മേൽ വരട്ടെ. അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ മേൽ വരട്ടെ. അവിടുത്തെ ഉണർവ് ഞങ്ങളുടെ മേൽ വരട്ടെ. അവിടുത്തെ ചൈതന്യം, ഓ ആത്മാഭിഷേകം വരട്ടെ. ആത്മാശക്തി വരട്ടെ. ആത്മകൃപ വരട്ടെ. ആത്മചൈതന്യം വരട്ടെ. ആത്മശക്തി വരട്ടെ. ദർശനങ്ങൾ വരട്ടെ. ദർശനങ്ങൾ, ദർശനങ്ങൾ, പ്രവചനങ്ങൾ, പ്രവചനങ്ങൾ, പ്രവചന ആത്മാവ്, പ്രവചന ആത്മാവ് വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. പ്രവചനത്തിന്റെ ശക്തി ആരാധിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദർശനത്തിന്റെ ശക്തി ആരാധിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശു പറഞ്ഞു. യോഹന്നാൻ 2:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക. യേശു പറഞ്ഞു, തൻ്റെ ശരീരം നിങ്ങൾ നശിപ്പിക്കുക. 3-ാം ദിവസം ഞാൻ 3 ദിവസം കൊണ്ടത് പണിത് തരാം എന്ന് പറയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ചുമക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവൈതലേ, നീ കർത്താവ് ഒരുപക്ഷേ നീ ആയിരിക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറ്റിപ്പണിയാൻ ശ്രമിക്കും. ആമേൻ. അതിൽ സന്തോഷിക്കണം. അപ്രത്യക്ഷമായത് എന്തോ സംഭവിച്ചു എന്ന അവസ്ഥയിൽ ഭയപ്പെടരുത്. ഹല്ലേലൂയ. അപ്രത്യക്ഷമായത് എന്തോ സംഭവിച്ചു എന്ന വ്യവസ്ഥയിൽ നീ പേടിക്കരുതെന്ന് പത്രോസ് പറയുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത് പ്രകാരമാണ്, കർത്താവിൻ്റെ ചൈതന്യം നിൻ്റെ മേൽ വരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഈ ശക്തി നിൻ്റെ മേൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ അഭിഷേകം നിൻ്റെ മേൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നീ ഇറങ്ങിപ്പോകരുത്, ഇട്ടിട്ട് ഓടരുത്. കർത്താവിന് നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെക്കുറിച്ചൊരു വിളിയുണ്ട്, കോളിംഗ് ഉണ്ട്. ആ കോളിംഗ് നിൻ്റെ മേൽ എത്തുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം. നീ ദൈവത്തോട് പറയുക, നാഥാ എന്നെ ഇടിച്ച് പണിയണമേ. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തകർത്തുകള, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിപ്പിക്കുക. 3 ദിവസം കൊണ്ട് ഈ ദേവാലയം പണിയുമെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലായി ഇന്ന് നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിലേക്ക് നിങ്ങൾ കടന്നു വരാൻ, യേശുവിൻ്റെ അഭിഷേകം ചുമക്കാൻ, യേശുവിൻ്റെ പ്രവചനം ചുമക്കാൻ, യേശുവിൻ്റെ ദർശനങ്ങൾ നിന്റെ ശരീരത്തെ വഹിക്കണമെങ്കിൽ ചിലപ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നത് പോലെ അഴുകുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ അഴുകി കളയുവാൻ തക്കവിധം ദൈവം നിന്നെ വിളിക്കും. ദൈവം പറയും, കടന്നു വരിക, കടന്നു പോ, ഞാൻ നിന്നെ അഴുക, പക്ഷെ നീ നശിക്കത്തില്ല. ആമേൻ. പുതിയതൊന്ന് പുറത്തു വരാം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കാം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Amen, hallelujah, amen, hallelujah, amen, hallelujah, amen, hallelujah, amen, hallelujah, oh, amen, hallelujah, 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 hallelujah.
ഈ സമയം അവിടുന്ന് ഇറങ്ങി വരണമേ. ഈ സമയം അഭിഷേകമാക്കണമേ. ഈ സമയം ചൈതന്യം അയക്കണമേ. ഈ സമയം ആരാധിക്കുന്നവരുടെ മേൽ അവിടുത്തെ കൃപ അയക്കണമേ. ആരാധിക്കുന്നവരുടെ മേൽ അവിടുത്തെ ശക്തി അയക്കണമേ. അവിടുത്തെ ഉണർവ് ഇറങ്ങി വരട്ടെ. അവിടുത്തെ അഭിഷേകം ഇറങ്ങി വരട്ടെ. അവിടുത്തെ ശക്തി ഇറങ്ങി വരട്ടെ. ഓ പവർ 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 പവർ, ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അനന്തമായ ശക്തി വ്യാപരിക്കട്ടെ. ആരാധിക്കുന്നവരുടെ മേൽ ഇറങ്ങട്ടെ. ആരാധിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ ചൈതന്യം ഇറങ്ങട്ടെ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആരാധന. ദുഃഖം മാറട്ടെ. ദുഃഖത്തെ ശാസിക്കുന്നു. പ്രയാസത്തെ ശാസിക്കുന്നു. പ്രയാസത്തെ ശാസിക്കുന്നു. ദുഃഖത്തെ ശാസിക്കുന്നു. ദുഃഖത്തെ ശാസിക്കുന്നു. കടഭാരത്തെ ശാസിക്കുന്നു. ആകുലതയെ ശാസിക്കുന്നു. ആകുലതയെ ശാസിക്കുന്നു. ശത്രുവിന്റെ കണിയെ ശാസിക്കുന്നു. ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഇറങ്ങട്ടെ. വിടുതൽ ഇറങ്ങട്ടെ. വിടുതൽ ഇറങ്ങട്ടെ. വിടുതൽ ഇറങ്ങട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. വിടുതൽ വ്യാപരിക്കട്ടെ. ആരാധന. 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 ദൈവമേ അവിടുത്തെ കാരുണ്യ കൈവിരൽ നീട്ടി ഞങ്ങളുടെ കണ്ണുനീർ മായ്ച്ചിടണമേ. ഭാരവും പേറി ഞങ്ങൾ തളർന്നിടുമ്പോൾ സ്നേഹമാം സാന്ത്വനം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കണ്ണുനീർ മായ്ച്ചിടണേ. കാരുണ്യ കൈവിരൽ നീട്ടി എന്റെ കണ്ണുനീർ മായ്ച്ചിടണേ. ഭാരവും പേറി ഞാൻ തളർന്നിടുമ്പോൾ സ്നേഹമാ സാന്ത്വനം നൽകിടണേ. ആത്മാവിനെ എന്നും എനിക്കേകണേ സ്നേഹമായി. നാഥനായി ഓശാന പാടുന്നു. കുറവെല്ലാം മറന്നില്ലേ എന്നും പരമായി ഓശാന പാടുന്നു.